മറൈൻ വേൾഡിലുള്ള രണ്ടാമത്തെ അക്വേറിയമാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കണ്ടത് ഒരു കാറാണ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളത്തിൽ മീൻ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. ആക്ച്വലി അടിപൊളിയായിരുന്നു. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം നേരത്തെ കണ്ടത് കാറായിരുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ലോറിയിൽ മീനുകളാണ്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ആ ഒരു ക്രിയേറ്റിവിറ്റി അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആയാലും അത്ര ക്ലാരിറ്റി വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ ഇരുട്ടാണ്. ഇരുട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ വലിയ അക്വേറിയമാണ്. 2 മണിക്കൂറത്തെ യാത്രയാണ് കേട്ടോ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഞാൻ ഇതുവരെ കാണാത്ത കുറേ മീനുകളെ, കുറേ ജീവികളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റി. പിന്നെ അവിടെ ഫിഷ് പായൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഫിഷ് പാ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫിഷ് പായൊക്കെ കുറച്ച് നേരം ചെയ്തു. എനിക്ക് ഇങ്ങോട്ട് വന്ന രണ്ടാമത്തെ അക്വേറിയമാണ് ആക്ച്വലി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ കാണാൻ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട്. ദെൻ ഒരു സ്നോ സ്റ്റോം പോലത്തെ ഒരു സംഭവത്തിലൊക്കെയാണ് നമ്മൾ കടന്നത്. വെച്ചിട്ട് ഒരു ചേട്ടൻ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. പുറത്തുനിന്ന് ഇത് കാശ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫിഷസിനെ ആയാലും ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ. നെക്സ്റ്റ് നമ്മൾ പോയ സ്ഥലത്ത് അത്ര ഇരുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആംബിയൻസ് ഉള്ള ഇത്തിരി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ആ ഒരു നടപ്പാത, ആ ഒരു ഭാഗം. ഈ വഴി പോയതിന് ശേഷമാണ് ഞാൻ ഇതേവരെ കാണാത്ത പല ജീവികളും എനിക്ക് കാണാൻ പറ്റിയത്. സ്റ്റാർ ഫിഷിനെ ഒന്നും ഞാൻ ഇതേവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ സ്റ്റാർ ഫിഷിനെയും ചെറിയ സ്റ്റാർ ഫിഷിനെയും അങ്ങനെ പലതായിട്ട് കണ്ടു അവിടെ. ഇതിങ്ങനെ ഒരു ജീവി, ഇത് മീൻ തന്നെയാണ്. ഉണ്ടിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ അനങ്ങന്ത് കാണാൻ. ഈ വീഡിയോയിലായാലും അല്ല ഒന്നും എനിക്ക് ഇവിടുത്തെ സംഭവങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം അത്രയും ലെങ്ത് ആയിട്ട് പോവും, അത്ര വലിയ വീഡിയോ ആയിട്ട് ഇത് പോവും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തത്. പിന്നെ ഇതും ഒരു ഫിഷ് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഈ ജീവി ഇങ്ങനെ നീന്തി വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ അടിപൊളിയായിരുന്നു അതിൻ്റെ ആ ഒരു നീന്തി വരുന്ന സ്റ്റൈല്. ഈ ജീവിനെയാണ് മെയിനായിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയത്. അത്രയ്ക്ക് ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ഇത്. ഇത്രയും വലിയ ഫിഷിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. കണ്ടോ ഇത്രയും വലിയ ഫിഷ്. പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ മെർമെയ്ഡിനെയും കാണാൻ പറ്റി. അതാണ് ഇത്. ഇപ്പം ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇതാണ് ആ മെർമെയ്ഡ്. ഇത് റിയൽ മെർമെയ്ഡ് ഒന്നും അല്ലാന്ന് നമുക്കറിയാം, ബട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അതാണ് ഹൈഫൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, എനിക്ക് പക്ഷേ മറൈൻ വേൾഡിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഫാം വില്ല തന്നെയായിരുന്നു. ഫാം വില്ലയിൽ ഇങ്ങനെ കുറേ ആനിമൽസിനെ അവരൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ മെർമെയ്ഡൊക്കെ വീണ്ടും നമ്മളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി അവിടെ നമുക്ക് ഫോട്ടോ കളക്ട് ചെയ്യാൻ പറ്റും. ഏത് ഫോട്ടോയാണോ വേണ്ടത് അങ്ങനെ ചൂസ് ചെയ്ത് നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ ഫോട്ടോയൊക്കെ മേടിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.